ക്രിസ്റ്റഫർ നോളൻ സിനിമയിലെ കഥാപാത്രമായതുപോലെ ഇന്ന് നടക്കുന്നത് ഒരാഴ്ച മുമ്പ് നടന്നതാണ്. എൻ്റെ സ്വപ്നത്തിൽ അത് ടൈം തെറ്റി വന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഞങ്ങൾ പിറകിലെ വാതിലുകളിലൊന്നിൽ കൂടി പുറത്ത്. ഹോ, അവിടെ അതാ ലേഡീസ് ബാത്റൂം. അതിൻ്റെ വശത്തുകൂടി താഴേക്ക് വഴി. മുരുക, ഞാൻ തലയൊന്ന് കുടഞ്ഞ് ആകാശത്തേക്ക് നോക്കി. സൂര്യസംഹാരമാണത്രേ അന്ന്. ഭഗവാൻ വർഷത്തിലൊരിക്കൽ പഴനിയിൽ നിന്നിറങ്ങുന്ന ദിവസം. താഴെ തേരുകൾ റെഡിയായിരിക്കും. അതിലേറി മലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം. അസുരന്മാരെ സംഹരിച്ച് രാത്രി തിരിച്ചു വരൂ. ആ ദിവസമായിരുന്നു എൻ്റെ സ്വപ്നത്തിൽ. ആ ദിവസം തന്നെയാണ് ഞാൻ അവിടെ എത്തുന്നതും. ഇതൊക്കെ അപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആ വഴിയുടെ മുന്നിൽ ഒരു പയ്യനുണ്ട്. ദേവസ്വംകാരനാണ്. അവൻ വഴി തടഞ്ഞു. പോക മുടിയാതെ. ചുറ്റി മുൻവശത്തുകൂടി താഴേക്ക് പോകാൻ പറയുന്നു. അവനോട് ഞാൻ കാര്യം പറഞ്ഞു. സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞതാണ്, ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാം. അവനെന്തോ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അനുവാദം തന്നു. താഴെ സെക്യൂരിറ്റി ഉണ്ട്, അവർ അപ്പുറം വിടില്ല സാർ എന്നുകൂടി പറഞ്ഞു. ഞങ്ങൾ കുറച്ചിറങ്ങി. ചെറിയൊരു നിരപ്പ് സ്ഥലത്ത് യൂണിഫോം ഡ്യൂട്ടിക്കാരൻ, കർക്കശക്കാരൻ. വിടില്ല എന്ന് പറഞ്ഞു. രണ്ടാണ് കാര്യം. ഒന്ന്, ആ വഴി ഉപയോഗിക്കുന്നത് ഭണ്ഡാരങ്ങൾ എന്നറിയപ്പെടുന്ന ഗോത്രക്കാരാണ്. അവരുടെ താമസ സ്ഥലത്തേക്കുള്ള വഴിയാണ്. നന്ദാവനം എന്നറിയപ്പെടുന്ന ഒരു കുളമുണ്ട് അവിടെ നിന്നുള്ള വെള്ളം മാത്രമേ അഭിഷേകത്തിന് ഉപയോഗിക്കൂ. അത് ഭണ്ഡാരങ്ങളുടെ അവകാശമാണ്. രണ്ട്, കുത്തനെയുള്ള റിസ്ക് വഴിയാണ്. കാല് തെന്നിയാൽ എത്തുന്നത് മലയുടെ കീഴെ ശവമായിട്ടായിരിക്കും. ഉത്തരവാദിത്വം സെക്യൂരിറ്റിക്കും. സമാധാനം പറയാൻ എന്തുണ്ട്? അതുകൊണ്ട് തിരിച്ചു പോവുക. എനിക്കാകെ അസഹ്യതയായി. ഭഗവാൻ തന്ന ഡയറക്ഷനിൽ വന്നതാണ് ഞാൻ. താങ്കൾ അതിനിടയിൽ നിൽക്കരുത്. ദയവ് ചെയ്ത് ഇതിലെ ഒന്ന് പോയി നോക്കാൻ അനുവദിക്കണം. അയാൾ അയഞ്ഞില്ല. കടുംപിടുത്തം. പോക മുടിയാതെ സാർ എന്നൊറ്റ പിടി. ഞാനറിയാതെ അല്പം ഭാവം മാറി എന്ന് വേണം പറയാൻ. നിങ്ങളിപ്പോൾ ഇടങ്കോലിട്ടത് മുരുക ഭഗവാന്റെ ഇംഗിതത്തിനാണ്. അതത്ര നല്ലതിനല്ല എന്നു പറഞ്ഞ് ഞാൻ നാരായണനെയും വിളിച്ച് തിരിച്ചു നടന്നു. മുകളിലെത്താറായപ്പോഴേക്കും അയാൾ വിളിച്ചു, പോങ്കോ സാർ. ആണ്ടവനുക്ക് അതുതാൻ വേണമെങ്കിൽ ഞാൻ എന്നെ പണ്ണത്. ഞങ്ങൾ ആഹ്ലാദത്തോടെ അയാൾക്ക് നന്ദി പറഞ്ഞിറങ്ങി. ഗുഹയൊന്നും കണ്ടില്ല. പരതി താഴേക്ക്. എവിടെ? ഗുഹയുമില്ല, പാറയുമില്ല. പഴനിമലയുടെ പിൻവശത്ത് അടിവാരത്തെത്തി. മനസ്സ് ചത്തു, തളർന്നു. ഒരു കുതിരവണ്ടിയിൽ കയറി മല ചുറ്റി മുൻവശത്തെത്തി. ഇനി എന്ത്? ഊണ് കഴിക്കുക, ഒന്നുറങ്ങുക, മഹാലിംഗത്തിൻ്റെ തിരുമണം കാണുക, തിരിച്ചു പോവുക, അത്ര തന്നെ. നാരായണൻ പറഞ്ഞു. അതെ, തിരിച്ചു പോവുക. പക്ഷേ സ്വപ്നത്തിലെ ആദ്യ ഭാഗം എക്സാക്റ്റ് അതേപോലെ ആയിരുന്നല്ലോ. അപ്പോൾ അത് വെറും കളിയല്ല. അങ്ങനെ വിട്ടുപോകണോ? ഞാൻ ചിന്താകുലനായി. ഒരെത്തും പിടിയുമില്ലാതെ ചുറ്റും നോക്കി. അപ്പോഴുണ്ട് ഒരു ബോർഡ്, പഴനി ഹിസ്റ്റോറിക്കൽ മ്യൂസിയം. എൻ്റെ തലയിൽ വെളിച്ചം മിന്നി. വഴിതെറ്റി വന്ന രണ്ടുപേരെ നോക്കുന്നത് പോലെ മ്യൂസിയം സൂക്ഷിപ്പുകാരൻ. വഴിതെറ്റിയതല്ല, മൊത്തം ഒന്ന് കാണാനും ചിലതറിയാനും വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചാർജഡായി. വാങ്ങൂ സർ. അപൂർവമായി കിട്ടുന്ന തൊഴിൽ സംതൃപ്തിയിൽ അയാൾ ഉഷാറായി. ആരാണീ ഭോഗസിദ്ധർ? ഞാൻ ചോദിച്ചു. ഭോഗസിദ്ധരെ പറ്റി നിങ്ങളിൽ പലരും കേട്ട് കാണും. ഞാനെന്തായാലും ആ സ്വപ്നത്തിലാണ് ആദ്യമായി കേട്ടത്. പിന്നെ ഓഫീസിൽ വന്ന ആ മനുഷ്യനിൽ നിന്നും. അന്നൊക്കെ എന്തിനും ഏതിനും ഗൂഗിൾ ശരണം എന്നായിട്ടില്ല. ജ്ഞാനികളെ കണ്ടെത്തുക, ലൈബ്രറികളെ ആശ്രയിക്കുക മാത്രമേ പാങ്ങുള്ളൂ അന്ന്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ മ്യൂസിയം ഉദ്യോഗസ്ഥൻ ഞങ്ങളെ കണ്ടപ്പോൾ വളരെ സന്തോഷവാനായി. എല്ലാവർക്കും പഴനി ആണ്ടവനെ കാണണം. കാണുന്നതിലും സ്പീഡിൽ തിരിച്ചു പോകണം. പഴനിമലയോ അതിൻ്റെ ചരിത്രമോ ഒന്നിലും ആരും വലിയ താല്പര്യം കാണിക്കുന്നില്ല. അദ്ദേഹം പരിഭവപ്പെട്ടു. എൻ്റെ അഭ്യർത്ഥന പ്രകാരം ഭോഗസിദ്ധരെ പറ്റി പറഞ്ഞു. സിദ്ധർ വേറെ, മഹർഷിമാർ വേറെ. മഹർഷിമാർ കൂടുതലും അവനവനസക്കാരാണ്. സിദ്ധർ ലോക നന്മയ്ക്കിറങ്ങുന്നവരും. മഹർഷിമാർ താരതമ്യേന നിശബ്ദ ധ്യാനക്കാർ. സിദ്ധർ അങ്ങനെയല്ല. അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മഹർഷിമാരുടെ ജ്ഞാനം ആത്മീയതയിലായിരിക്കും. സിദ്ധർ ശാസ്ത്രത്തിൻ്റെ കൂടി ഉപവാസകരായിരിക്കും. അഗസ്ത്യ മഹർഷി സിദ്ധനും കൂടിയായിരുന്നു. ഭോഗസിദ്ധർ പഴനിമലയ്ക്കടുത്ത് വൈകാവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ്. കലങ്കി സിദ്ധരുടെ ശിഷ്യനായിരുന്നു. ഗുരുവിനെ വെല്ലുന്ന ശിഷ്യനായി.
ബോഗർ ആൽക്കമി, ക്രിയായോഗ, ധ്യാനം എന്നുവേണ്ട പല മേഖലകളിൽ അതിപ്രഗത്ഭരായിരുന്നു. ഇതൊന്നും മിത്തുകളല്ല. അദ്ദേഹം എഴുതിയ അനേകം ഗ്രന്ഥങ്ങളാണ് അതിനു സാക്ഷി. അദ്ദേഹം പലവട്ടം ചൈന സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ടത്രേ. അതുമാത്രമല്ല, ചൈനീസ് ഒറിജിനായ താവോയിസം എന്ന മതത്തിൻ്റെ സ്ഥാപകനായ ലാവോസ് ഇദ്ദേഹമാണെന്ന അതിപ്രബലമായൊരു വാദം നിലനിൽക്കുന്നുണ്ട്. ഭോഗസിദ്ധരെ പറ്റി ഇനിയുമേറെ ഈ പുസ്തകത്തിൽ പരാമർശിക്കേണ്ടി വരും. ഭോഗസിദ്ധരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് എടുത്തു പറയാനുള്ളത് പഴനിയിലെ നവപാഷാണ വിഗ്രഹം നിർമ്മിച്ച പുണ്യാത്മാവ്, അത് പഴനിമലയിൽ പ്രതിഷ്ഠിച്ച മഹാത്മാവ് എന്ന നിലയിലാണ്. ഭോഗർ പഴനിമലയെ തിരഞ്ഞെടുത്തത് എന്തിനായിരിക്കും? ചൊവ്വാഗ്രഹത്തിൽ നിന്നുള്ള രശ്മികൾ ഏറ്റവും അധികം പതിക്കുന്ന പ്രദേശം എന്ന നിലയിലാണോ? അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ? ഇനിയുള്ള യാത്രകളിൽ ഭഗവാൻ എന്നെ നയിച്ചത് ഇതിനുള്ള വലിയ വലിയ ഉത്തരങ്ങളിലേക്കാണെന്ന് മാത്രം ഇപ്പോൾ പറയട്ടെ. ഈ മ്യൂസിയം വിദ്വാനോട് അപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ചോദിച്ചു, ഭോഗസിദ്ധർ നവപാഷാണം ഉപയോഗിച്ച് ഒരു വിഗ്രഹം കൂടി നിർമ്മിച്ചിട്ടുണ്ടെന്നും അതെവിടെയോ മറച്ചു വെച്ചിരിക്കുകയാണെന്നും മറ്റും ഒരു കഥയുണ്ടല്ലോ സർ. കഥയോ? കഥയല്ലത്, സത്യം, ഐതിഹ്യം. ശിവൻ, വിഷ്ണു, ബ്രഹ്മൻ, അത് കഥയോ? അല്ലേ, നിജം, സത്യം. സിദ്ധർ 2 വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതിലൊന്ന് ഫ്യൂച്ചറിലേക്കുള്ള ഡെപ്പോസിറ്റ്. ഈ ലോകം ഇപ്പിടിയേ ഇരിക്കാതെ ഒരു പ്രമാദமான എനർജി ഷിഫ്റ്റ് വരും. ആ സമയത്ത് ഈ വിഗ്രഹം ആവശ്യം വരും. ഭോഗർ തന്നെ അന്നും ഉണ്ടാകും. സിദ്ധർ മരിക്കില്ല, സമാധി എന്നേ പറയൂ. അവർ മറ്റൊരു ടൈം സോണിൽ ഇപ്പോഴും ഉണ്ടാകും. ഭോഗർ ആ സമയത്ത് തിരിച്ചു വരും. വരില്ലെന്നാൽ ഒരാളെ പറഞ്ഞുവിടും. അയാൾ ആ വിഗ്രഹം കാണിച്ചു കൊടുക്കും. എൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി മിന്നി. സ്വപ്നത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് പറയാഞ്ഞത് നന്നായി എന്ന് തോന്നി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചെറിയൊരു ഇടിമുഴക്കം പോലെ എന്നെ പിടിച്ചു കുലുക്കി.